ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ക്യാൻവാസ് വെച്ച് നെക്ക് തയ്ക്കുന്നവരാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ നെക്കൊക്കെ വരച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ ആം ഹോൾ കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്താണ് നമ്മളിവിടെ 5 നെക്ക് പാറ്റേൺസ് ബിഗിനേഴ്സിന് വേണ്ടി ഞാനിവിടെ വരച്ച് കാണിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമുക്ക് വീനക്കായാലും സ്ക്വയർ നെക്കായാലും ഏത് നെക്കായാലും ഏത് വെറൈറ്റി പാറ്റേൺസ് ആയാലും നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് കറക്റ്റ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടുവേ. അപ്പോൾ ഇതാണ് നമ്മൾ ആം ഹോൾ കർവ് അഥവാ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് പലതരത്തിലുള്ള നെക്ക് പാറ്റേൺസ് വരയ്ക്കാൻ കഴിയും. വൈഡ് നെക്കാണേലും പിന്നെ ഒതുങ്ങിയ നെക്കാണേലും ഏത് നെക്കിനായാലും ഈ ആം ഹോൾ കർവ് വെച്ച് നമുക്ക് പലതരത്തിലുള്ള നെക്ക് ഡിസൈന് വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ക്യാൻവാസിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചുമാണ്. ഞാൻ അങ്ങനെ ഒരു ക്യാൻവാസ് വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് നമുക്കൊരു മാർക്ക് ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴെ നമ്മുടെ ആ കോർണർ ഭാഗത്തേക്ക് ഒരു ലൈന് ഡ്രോ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ലൈൻ താഴോട്ട് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു നെക്ക് വരച്ചെടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചില്ലേ, അതിൻ്റെ നടുഭാഗം മിഡ് പോയിന്റ് ഒന്ന് കാണണം. അങ്ങനെ നടുഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ നമ്മളൊന്ന് ആം ഹോൾ കർവ് വെക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോർണറിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചില്ലേ, സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെ നമുക്ക് ഒരു ഷേപ്പ് വരയ്ക്കണം. കണ്ടോ, ഞാൻ ആ ആം ഹോൾ കർവ് വെച്ചേക്കുന്നത് പോലെ നിങ്ങളും വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അങ്ങനെ അവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി എന്നിട്ട് ആ സെൻറ്ററിൽ നിന്നും മറ്റേ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ ചെയ്ത് കൊടുത്തു. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അതേപോലെ ഞാൻ ഈ ഷേപ്പ് വരയ്ക്കുന്നത് പോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തൂടെ എടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് ആദ്യം ആ കോർണറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ വരച്ചതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ. അങ്ങനെ നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ ആ വരച്ച അതേ കൂടി തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ നെക്ക് ഒന്ന് നിവർത്തിയിട്ട് നോക്കാം. കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ തന്നെ ആ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഇതും 3 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് സൈഡിലും താഴെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിലേക്ക് ഈ നെക്ക് ഡിസൈനിൽ നമ്മൾക്ക് താഴെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ 2 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കോർണറിലേക്ക് നമ്മൾ മുൻപ് വരച്ചതുപോലെ ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോർണറിൽ നിന്ന് ആ 2 ഇഞ്ചിൻ്റെ അവിടത്തേക്കൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ആ ലൈൻ ഒന്ന് വരച്ചെടുക്കണം. കണ്ടോ, നമുക്ക് ഞാൻ വെച്ചേക്കുന്നത് പോലെ തന്നെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ആ മുകളിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് അവിടെ ഒന്ന് നമുക്ക് അതേപോലെ ഒരു ഷേപ്പ് കൊടുക്കണേ. അങ്ങനെ ഇതേപോലെ ഞാനിപ്പോൾ ഈ വെച്ചേക്കുന്നത് പോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് അതേപോലെ ഒന്ന് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണേ. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയൊന്ന് നോക്കാം. കണ്ടോ, നമുക്ക് ഇതേപോലെയുള്ള നെക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത നെക്കെന്ന് പറയുന്നത് ഇതേപോലെയുള്ള 3 ഇഞ്ച് നെക്ക് വിട്ടും 1 ഇഞ്ച് സൈഡിലും പിന്നെ അതേപോലെ 1 ഇഞ്ച് താഴെയും വെച്ച് നമുക്ക് ഇതേപോലെ സ്ക്വയറിൽ ഒരു നെക്ക് ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ കർവ് നമ്മൾ ഈ കാണുന്ന ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു നെക്ക് ഡിസൈൻ തന്നെ കിട്ടുവേ. ഇച്ചിരി കുഴിച്ച് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുഴിച്ചും കൂടെ വരയ്ക്കാം. ഞാൻ ഈ നെക്ക് പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി ഒന്ന് നോക്കാം. അപ്പം നമുക്ക് കണ്ടോ, ഇതേപോലെ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും സൈഡിൽ 1 ഇഞ്ചും താഴെ 1 ഇഞ്ചും ഞാനത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പോലെ മാർക്ക് ചെയ്യുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു യു നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് യു നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ച് ഏത് സൈഡിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് യു നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ആം ഹോൾ കർവ് വേണ്ടി ഇതുപോലെ കണ്ടോ, ഞാൻ ഇതുപോലെ വെക്കുന്നത് പോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഏത് ഭാഗത്തും വെച്ചിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം ഒന്ന് നോക്കണേ. ഇനി എന്നിട്ട് നമുക്കിത് ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ആ നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് നിവൃത്തി ഒന്ന് നോക്കാം. കണ്ടോ, നല്ല ഒരു യു നെക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് വിട്ട് 3 ഇഞ്ച് സൈഡിൽ 1 ഇഞ്ച് താഴെയും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും നേരം നെക്ക് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ. ഇനി എന്നിട്ട് നമ്മൾ താഴെയിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ആ കോർണറിൽ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചൊന്ന് കൊടുക്കണേ. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ കർവ് ഞാൻ ഈ വെച്ചേക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ലൈനിലേക്ക് ഒരു ലൈനൊന്ന് വരച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. അതേപോലെ മറ്റേ ആ സെൻറ്ററിൽ നിന്നും മറ്റേ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരയ്ക്കണേ. എന്നിട്ട് നമ്മൾ ഈ വരച്ചതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ നെക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഹാഫായിട്ടൊരു വട്ടം കണ്ടോ, ഒരു വട്ടത്തിൽ നമുക്ക് ഇതേപോലെ നല്ലൊരു നെക്ക് ഡിസൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 5 നെക്ക് ഡിസൈനാണ് നമ്മളിതുപോലെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വേറെ ഒരു തുണിയുടെ മേലെ നമുക്ക് ഈ നെക്ക് ഡിസൈൻ വെച്ചൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ നെക്ക് വെട്ടിയ പാറ്റേണുകളാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ലാസ്റ്റിൽ വെട്ടിയ നെക്കിൻ്റെ പാറ്റേണാണിത്. നല്ല നമുക്ക് ഈ ക്യാൻവാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ആം ഹോൾ കർവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള നെക്കുകളൊക്കെ ഇന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 5 തരത്തിലുള്ള ക്യാൻവാസ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ പാറ്റേൺസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.